ഹായ് ചങ്ങായിമാരെ, ഞാൻ ഇന്ന് യൂട്യൂബിലൂടെ മതോന്മത്തനായി ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കാതുകളെയും എൻ്റെ കണ്ണുകളെയും ഞെട്ടിച്ചുകൊണ്ട് ആ കർണകഠോരമായ വാർത്ത എൻ്റെ കൺമുന്നിൽ എത്തിപ്പെട്ടത്. ആ വാർത്ത ഇതായിരുന്നു: നമ്മുടെ കാസയിലെ കൂസൻ കെവിൻ പീറ്റർക്കെതിരെ നമ്മുടെ കേരള പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. എന്തിനെന്ന് ഞാൻ നോക്കിയപ്പോൾ അതെന്തിനാണെന്ന് നിങ്ങൾ അറിയോ? കാസയിലെ കൂസന്മാർ തന്നെ പറ്റിച്ച് പണം തട്ടിയിട്ട്, വേറെ എവിടുന്നല്ല, കാസയിൽ നിന്ന് തന്നെ കള്ളയൊപ്പിട്ടിട്ട് ഈ കൂസം പീറ്റർ പണം തട്ടി പോലും. എങ്ങനെ വിശ്വസിക്കും ഞാൻ? എന്റെ കടോരങ്ങളെ ഞാൻ ഇത് എങ്ങനെ വിശ്വസിക്കും? ആ വാർത്ത നമുക്കൊന്ന് കേട്ടാലോ സുഹൃത്തുക്കളെ, വരൂ. തീവ്ര ക്രൈസ്തവ സംഘടനയായ കാസയുടെ അക്കൗണ്ടിൽ നിന്ന് വ്യാജ ഒപ്പിട്ട് പണം പിൻവലിച്ച കേസിൽ പ്രസിഡന്റ് കെവിൻ പീറ്ററിനും ജോയിന്റ് സെക്രട്ടറി ആന്റണി ജെൻസനുമെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കാസ സെക്രട്ടറി ജോമർ കെ ജോസിന്റെ വ്യാജ ഒപ്പിട്ടാണ് കെവിനും ആന്റണിയും ചേർന്ന് 1.5 ലക്ഷം രൂപ പിൻവലിച്ചതെന്നും എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. 1.5 ലക്ഷം റുപ്യ തട്ട ഉളുപ്പുണ്ട് ഇവനു. അപ്പൊ സംഖ്യകളൊന്നും കൊടുക്കുന്നില്ലേ? ഈടെ കൊടുക്ക ഇത്രയും കാലം നമ്മ ഉള്ളിസുരയിലുണ്ടായിരുന്നു. ഉള്ളിസുര ഒരു ഉറുപ്പ്യ എടുത്തിട്ടുണ്ടാവില്ല. കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചല്ലാണ്ട് പറ്റിച്ച് ജീവിക്കുന്ന, ഓമ്പിച്ച് ജീവിക്കുന്ന നായി. നമുക്ക് വാർത്തയുടെ ബാക്കി കൂടി കേൾക്കാം. കാസയുടെ കൊച്ചിയിലെ തേവരയിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കെവിൻ പീറ്ററും ആന്റണി ജെൻസനും ചേർന്ന് വ്യാജ ഒപ്പിട്ട് പണം തട്ടിയെടുത്തെന്നായിരുന്നു കേസ്. കാസയുടെ ട്രഷറർ ജോമർ കെ ജോസ് ആണ് പരാതിക്കാരൻ. സംഘടനയുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കണമെങ്കിൽ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവർ ചെക്ക് ലീഫിൽ ഒപ്പിടേണ്ടതുണ്ട്. 2021 ജനുവരി 9 മുതൽ ജൂൺ 22 വരെയുള്ള തീയതികളിൽ 10 ചെക്കുകളാണ് മാറിയിട്ടുള്ളത്. 1,52,500 രൂപയുടെ ചെക്കുകൾ. ഇത്രയും തുകയ്ക്കുള്ള ചെക്കുകളിൽ ട്രഷറർ ജോമറിന്റെ ഒപ്പ് വ്യാജമായിട്ടതാണെന്ന് ടൗൺ സൗത്ത് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ വിശ്വാസവഞ്ചന, വ്യാജരേഖ നിർമ്മിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ജോമറിന്റെ പരാതിയെ തുടർന്ന് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. പ്രതികളായ കെവിൻ പീറ്ററും ആന്റണി ജെൻസനും നേരത്തെ മുൻകൂർ ജാമ്യം നേടിയിരുന്നു. പക്ഷേ പ്രതികൾക്കെതിരെ വിശ്വാസവഞ്ചന നടക്കൂലട്ടാ, അത് കോടതി തള്ളും. കാരണം ഇവര് വിശ്വാസവഞ്ചകരാണല്ലോ ജനിച്ചപ്പോ തൊട്ട്. ഈ കാസ എന്ന് പറഞ്ഞത് അത് പ്രത്യേകിച്ച് കോടതി എടുക്കൂല. എന്നാൽ ആലോചിച്ചോട്ടെ, ഇവ ക്രിസ്ത്യാനികളെ ചതിച്ചിട്ടാണ് ഈ കാസ തുടങ്ങിയത്. അതായത് ക്രിസ്ത്യാനികളെ ഒറ്റിയിട്ട് എന്നിട്ട് കുറെ വർഗീയവാദികളെ കൂട്ടിയിട്ട് കാസ തുടങ്ങി, സംഘികളെ കൂടെ. എന്നിട്ട് ആ വർഗീയവാദികളെ പറ്റിക്കും. എങ്ങനെ മനസ്സ് വന്നട കാസയിലെ കൂസ? ഒന്നുമില്ലെങ്കിൽ നീ പറയുന്ന വർഗീയത മൊത്തം നിലം തൊടാണ്ട് വിതുങ്ങുന്ന ആ കാസക്കാരത്തന്നെ പറ്റിച്ചല്ല. സ്വന്തം സമുദായത്തെ ഒറ്റുമ്പോൾ നിന്റെ കൂടെ നിന്ന ആൾക്കാരല്ലടാ ആ കാസക്കാർ. എന്നാൽ അവർ 1.5 ലക്ഷം റുപ്യ, അത് 10 തവണയായിട്ട്. അത്രക്ക് ദാരിദ്ര്യം എനിക്ക് സത്യസംഖ്യകൾ ഊമ്പിച്ചിട്ടാണ്. സംഖ്യകൾ ഇവനോട് പറയും കുറച്ചും കൂടി വർഗീയത കയറ്റി, കുറച്ചും കൂടി വർഗീയത കയറ്റുക. ഇവനിരുന്ന് വർഗീയത കയറ്റും. ഒരു ഉറുപ്പ്യ കിട്ടൂല. തരാം, എല്ലാം തരും. ആര്? സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ അടിയ മുഞ്ചിച്ചിട്ടങ്ങ് പോയി, സംഖ്യകളടക്കം. ഇപ്പൊ പുതിയൊരുത്തം വന്നിട്ടുണ്ട്, മലയാളം പറയാനും അറിയാ, കേൾക്കാനും അറിയാന്ന്. ഇവൻ എന്തായാലും കാസേരെ മലയാളം അറിയില്ല. പൈസ ചോദിക്കുമ്പോൾ പോകാൻ പറയാം എനിക്ക് മനസ്സിലായില്ല എന്റെ മലയാളം എന്ന്. എന്നാലും എന്റെ സന്തോഷം ഉണ്ട് കേട്ടാ. ഒരാളൊരു പണം തട്ടി എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടൊരു സന്തോഷം വരുന്നതാണ്. ഈ ചതിയന്മാരുടെ പണം വലിയൊരു ചതിയും ചതിച്ചെടുത്തെന്ന് പറഞ്ഞ പോലെ പറ്റിച്ച് ജീവിക്കുന്നവനെ, ഓമ്പിച്ച് ജീവിക്കുന്നവന്റെ പേരാണോ കാസേ കെവിൻ പീറ്റർ എന്ന്. കാസയും കൊള്ളാം, കെവിൻ പീറ്ററും കൊള്ളാം. വളരെ സന്തോഷം. എന്നാ പിന്നെ ശരി, സുലാൻ.